മാതൃഭൂമി ചാനലല്ലേ? അതെ. ഞാൻ വിളിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളുടെ ചർച്ച കണ്ട് വിളിച്ചിട്ട് അന്നേരം വിളിച്ചിട്ട് എൻഗേജിലായിരുന്നു, കിട്ടിയില്ല. ഒരു സംശയം ചോദിക്കാനായിരുന്നു. പശ്ചിമഘട്ടം അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശമാണ് ആ ചാനലിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്. ഞങ്ങൾ മലമടക്കി താമസിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ കളക്കാനും മറക്കാനൊന്നും പാടില്ല. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി. അപ്പോൾ അങ്ങനെയല്ലാണ്. പക്ഷേ ഇതിനെക്കാട്ടിൽ ഒരു വലിയ പ്രശ്നമുള്ളത് ഈ ഇടുക്കി അണക്കെട്ട് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മണ്ടക്കല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത്. 15,000 ഏക്കർ. ഞാനത് കണ്ടിട്ടുണ്ട്. എന്നാ വലിയ നിർമ്മിതിയാ, എന്നാ പൊക്കവാ, ഇത്രയും എന്ത് വെള്ളമായിട്ട് കിടന്നു. ഇത്രയും അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശത്ത് ഈ അണക്കെട്ട് കൊണ്ടുപോയി വെച്ചെന്നാ ഇതെല്ലാം കൊണ്ട് ഇടിഞ്ഞു വേണമെങ്കിൽ എന്നായി. അതല്ലേ ആദ്യം പൊളിച്ചു കളയണ്ടേ ഞങ്ങളെ ഇറക്കി വിടുന്നതിന് മുമ്പ്. ഇതൊക്കെ ഒരു ചർച്ചയല്ലേ, അല്ലാതെ അതിലൊരു അതെ ചർച്ച അല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. മാതൃഭൂമി ചാനൽ സമയം കളഞ്ഞ് ഞങ്ങൾ പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്രയും വലിയ ബോംബ് ഇരിക്കുന്ന കണ്ടിട്ട് ഇത്രയും വലിയ ഭീകരപ്രസ്ഥാനം പശ്ചിമഘട്ടത്തിൽ പണിത് വെച്ചിട്ട് ഞങ്ങൾ തൂമ്പാവുകൊണ്ട് കളക്കുന്നത് വലിയ കുഴപ്പമാണെന്ന് അത് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളത് ഒഴിവാക്കേണ്ടതാണ്, ഞങ്ങൾ ചെയ്യാം, കാർഡുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുള്ളത് ഇത്രയും വലിയ സാധനം ഇവിടെ വെച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് തന്നെ കാര്യം. ഞങ്ങൾ ജൈവ കൃഷി ചെയ്തുകൊണ്ടോ ഞങ്ങൾ കൃഷി ചെയ്യാതിരുന്നതുകൊണ്ടോ ഈ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടോ എന്ത് കാര്യമായിരിക്കും. ഇത്രയും വലിയ ഒരു അണക്കെട്ട് ഞാനൊരു പ്രാവശ്യം കട്ടപ്പന പോയപ്പോൾ കണ്ടതാണ്. എന്നോ വലിയ സാധനമാണെന്നറിയാമോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിങ്ങാനും ഇങ്ങോട്ട് ഈ അടുത്ത ഈ പറഞ്ഞ ചെറിയ ഇതൊന്നും അല്ല, മരയിടിച്ചിൽ ഞാൻ പോകുന്ന കേരളം പോയിട്ട് ഇന്ത്യ തന്നെ കാണും. എറണാകുളത്തൊക്കെ താമസിക്കുന്ന ഒരു മനുഷ്യൻ പോലും ജീവിതം കാണില്ല. അപ്പോൾ അതല്ലേ ആദ്യം പൊളിക്കേണ്ടത്. അടിയന്തരമായിട്ട് അത് ഡീകമ്മീഷൻ ചെയ്യേണ്ട അണക്കെട്ട്. അതെന്തേ നിങ്ങൾ ചാനലുകാർ കാണാതെ പോകുന്നു? വലിയ ഇത് കാണാതെ കണ്ട് ഞങ്ങൾ ചെറിയ മനുഷ്യർ കുഞ്ഞു വീട് വെച്ചത്, കന്നുകാലിക്കൂട് വെച്ചത്, ചൂമ്പ കളച്ചത്, റബ്ബർ വെച്ചത്, കപ്പ നട്ടതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് ചർച്ച പറഞ്ഞതേ. അപ്പോൾ ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് മനസ്സിലാക്കുന്നു, ഞങ്ങൾ കുറ്റക്കാരാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ സർക്കാർ അതെല്ലാം 100 വർഷത്തിന് മുമ്പ്. അതെ, ആ 100 വർഷമായില്ല. അതിന്റെ ലാഭവും നഷ്ടമെല്ലാം കഴിഞ്ഞത് വേണം. അതിന്റെ ലാഭം എടുത്ത് ഇത്ര നാളും കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചു, നമ്മളിതെല്ലാം കഴിഞ്ഞു. പണിതിന്റെ 100 ഇരട്ടി മുതൽ കിട്ടിയ ഒരു പ്രധാനമല്ലേ, പൊളിച്ചു കളയണ്ടേ. ഇത് ഈ വെള്ളവും അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും നമ്മൾ അതിനു മുമ്പ് എത്രയോ വർഷത്തിന് മുമ്പ് സായിപ്പന്മാര് ചെയ്യുന്ന സംഭവമാണ്. അതെ, സായിപ്പ് ഇങ്ങനെ കുറ്റം ചെയ്തെങ്കിൽ ഞങ്ങളിപ്പം കുറ്റം ചെയ്തെങ്കിൽ ഇനിയിപ്പോ ഞങ്ങൾ അപ്പൊ നമ്മുടെ ഈ ഇത്രയും ഹൈറ്റിൽ വെള്ളമുണ്ട്, ഹൈറ്റിൽ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അവിടുന്ന് വെള്ളം പമ്പുകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്ന് ഇത് എന്തിനാണ് സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ആള് മരിച്ചിട്ട് എന്തിനാണ് നമുക്ക് ഈ കറണ്ടും വെള്ളമൊക്കെ? ഇതിപ്പോ അടുത്ത പ്രളയത്തിൽ ഇപ്പൊ ഈ വർഷത്തെ 2 വർഷം പ്രളയം കഴിഞ്ഞു. അടുത്ത വർഷത്തെ പ്രളയത്തിന് ഇടിക്കണക്കെട്ട് വന്നെങ്കിൽ എന്നാ ചെയ്യും? പരിസ്ഥിതി ദുർബല പ്രദേശത്ത് അണക്കെട്ട് പണിയാൻ പാടുണ്ടോ? അതിന് മുകളിൽ മുല്ലപ്പെരിയാർ വേറെ പണിത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടല്ല, ഈ എല്ലാ അണക്കെട്ടും പൊളിക്കുന്നത് അടിയന്തരമായിട്ട്. ഇതെല്ലാം പശ്ചിമഘട്ടത്തിലാണ് പണിത് വെച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം നിങ്ങൾ പറയുന്നതനുസരിച്ച് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അവിടെ കൃഷിക്കാർ കയറി ഇതെല്ലാം കൊത്തി ഇളക്കി മണ്ണെല്ലാം ഇളക്കി നശിപ്പിക്കണം. പരിസ്ഥിതി മനുഷ്യൻ താമസിക്കാൻ പറ്റില്ല, അതത് കയറി താമസിച്ചു. അടിയന്തരമായിട്ട് ഇറക്കി വിടണം. ഞങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാറുണ്ട്, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നു, പക്ഷേ ഇതിനെക്കാട്ടിൽ വലിയ ഭീകരപ്രസ്ഥാനം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും അണക്കെട്ട് കൊണ്ട് വെച്ചിരിക്കുന്നത് 100-100 ചില്ലുവാൻ അണക്കെട്ട് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കും. അത് ഇടുക്കി അണക്കെട്ട് അടിയന്തരം, മറ്റതൊക്കെ ചെറുതാ, കുഴപ്പമില്ല. 10,000, 5,000, 50,000 ഒക്കെ പേരെ മരിക്കുള്ളൂ. ഇത് പൊളിഞ്ഞു പോയാൽ എന്നാ ചെയ്യാനാ? ശരിയാണ്. അപ്പൊ നിങ്ങൾ നാളെ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തണം. ഈ ഡാമുകൾ ഇവിടെ വെക്കുന്നത് വളരെ ഗുരുതരാവസ്ഥയാണ്. ഇത് ചെന്നായയുടെ ന്യായമാണ്. ചെന്നായ വെള്ളം കുടിക്കുമ്പോൾ ആട്ടുംകുട്ടി കലക്കുന്നതെന്ന് പറഞ്ഞു. ചെന്നായ മുകളിലാണ് വെള്ളം കുടിക്കുന്നത്, ആട്ടുംകുട്ടി താഴെയാണ് വെള്ളം കുടിക്കുന്നത്. പക്ഷേ ഈ ആട്ടുംകുട്ടി വെള്ളം കലക്കുന്നവർ ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ട്, അത് ശരിയാണ്. ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്നു പോയി, തെറ്റാണ്, ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ട്. പക്ഷേ ഈ ചെന്നായ വലിയ അണക്കെട്ട് പണിത് വെച്ചിട്ട് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഇടുക്കി അണക്കെട്ടിന്റെ ഒരു സൗകര്യമൊന്നും പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ നിങ്ങൾ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന നല്ല എന്നാ ഒരു പ്രകൃതിയായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്നോണ്ടാണ് ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് കൊതുകടിയും കൊണ്ട് മഴ നനഞ്ഞ ഇത് കാണുന്നത്. ഞങ്ങൾ സാറിന് കട്ടയൊക്കെ വിട്ട് സാറിന് വീടുകളിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഉപദേശം തരുമ്പോൾ ഇത്രയും വലിയ പ്രസ്ഥാനം ബാക്കി കേരളത്തിലെ സമ്പന്ന വർഗത്തിന് സൂചിക്കാനായിട്ട് ഇടുക്കിയിൽ വലിയ അണക്കെട്ടുണ്ടാക്കി വെച്ചിട്ട് അല്ലെന്നേ ഞങ്ങൾ പറയുന്നത്. അല്ല, നിങ്ങൾ കാണിച്ച് നിങ്ങൾ അന്നേരം നിങ്ങളുടെ വിദഗ്ധന്മാരെ ഞങ്ങൾക്ക് വൈദഗ്ധ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ വലിയ അണക്കെട്ട് പണിത് വെച്ചിട്ട് നിങ്ങൾക്ക് മാതൃഭൂമി ചാനലിന്റെ OBC കറണ്ട് വേണം, അതിന് അണക്കെട്ട് വേണം, അത് കുഴപ്പമില്ല, അത് നല്ല കാര്യമാണ്. ഞങ്ങൾ കപ്പ ഇട്ടത് കുറ്റമാണ്. അതിപ്പോ ഞങ്ങൾക്ക് മനസ്സിൽ വിഴുങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അടിയന്തരമായിട്ട് ഇടുക്കി അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക. ഞങ്ങൾ കൃഷിക്കാരെല്ലാം മലയെന്ന് ഇറങ്ങിത്തരാം. ഇനി താഴെ ഭൂമി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓസ്ട്രേലിയക്ക് എങ്ങോട്ടിലൊക്കെ പൊക്കോളാം. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടിലൊക്കെ കയറി പോകുമ്പോൾ പോലീസ് പിടിക്കാതിരുന്നാൽ മതി. ഓസ്ട്രേലിയക്ക് എങ്ങോട്ടിലൊക്കെ പൊക്കോളാം. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടിലൊക്കെ കയറി പോകുമ്പോൾ പോലീസ് പിടിക്കാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, പൈസ ഒന്നും തരണ്ട, ഇവിടെ സ്ഥലത്തിന് വിലയും തരണ്ട. ഞങ്ങൾ അന്വേഷിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങളെ സ്വീകരിക്കും, ഓസ്ട്രേലിയയിൽ സ്വീകരിക്കും, കാനഡയിൽ സ്വീകരിക്കും. ഞങ്ങൾ ഇവിടുന്ന് ബോട്ടെ കയറി പോകാൻ സമ്മതിച്ചാൽ മതി, പോലീസ് അറിയാതിരുന്നാൽ മതി, ഞങ്ങൾ പൊക്കോളാം. നിങ്ങളുടെ ആരുടെയും ഒരു സൗജന്യവും വേണ്ട. മലയാള താമസിക്കും ഞങ്ങൾ. കാരണം ഇത്രയും ദുരിതമാണ്. എനിക്ക് 10 ഏക്കറോളം സ്ഥലമുണ്ട്. എന്നതേലും വിലയ്ക്ക് ആരെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല. അവസാനം ഞാൻ ഭൂമാവ്യാപകാരുടെ എടുത്തെന്ന് ചോദിച്ചാൽ എന്നതേലും വിലയ്ക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് രജിസ്ട്രേഷൻ ചാർജ് ഭയങ്കരമാണ്. 1 ഏക്കർ സ്ഥലത്തിന് 50,000 രൂപയുള്ള രജിസ്ട്രേഷനും മറ്റ് ചിലവുകളെല്ലാം കൂടെ വരും. മറിച്ച് വയ്ക്കുമ്പോൾ അത്രയും കൂടെ വരും. അതുകൊണ്ട് ഇതെടുത്താൽ ഇതിന് വില കുറഞ്ഞു പോകുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നത്. അപ്പം ഇത് സ്ഥലം മേടിക്കാൻ ആരുമില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു മനുഷ്യന് ഞങ്ങളുടെ സ്ഥലം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വിറ്റേജ് പോകാമെന്നുള്ള ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല. താഴോട്ട് ഇറങ്ങിയാൽ ഞങ്ങളിപ്പോൾ നിങ്ങൾ സമ്പന്നരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് വന്നാൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്ഥല സൗകര്യങ്ങളും കിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് പോക്കറ്റ് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. 10-15 ലക്ഷം രൂപ ഞങ്ങൾ പിള്ളേരെ വിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത്രയും പൈസ ഞങ്ങളുടെ കയ്യിലില്ല.
അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി കിട്ടിയാൽ ഞങ്ങളെ പോകാൻ സമ്മതിക്കുമെങ്കിൽ ബോട്ടോലൊക്കെ കയറി ഞങ്ങൾ കടൽ വഴി അങ്ങോട്ടൊക്കെ രക്ഷപ്പെട്ട് പൊക്കോളാം, ഈ റോഹിന്ത്യൻ അഭയാർത്ഥികളൊക്കെ പോകുന്ന പോലെ. പക്ഷെ അതിനെക്കാട്ടി പ്രശ്നം നിങ്ങൾ ഇവിടെ മിച്ചം ഇരിക്കുന്നവർ ഈ ഇടിക്കണക്കെട്ട് മറ്റോണ്ടെന്നാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം കാണുകയില്ല, അതാ പ്രശ്നം. തീർച്ചയായിട്ടും. പേരെന്താ? എന്റെ പേര് ജോർജ് ജോ ലൂയിസ്. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് താമസിക്കുന്നത്. മലയോര കർഷകനാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ.